വർഷത്തെ ലോകത്തെ ഏറ്റവും തിരിച്ചടി കിട്ടിയ അഥവാ ആവശ്യമില്ലാത്തടത്ത് കയറി കൺട്രാക്ട് വിട്ടതിന് പണി വാങ്ങി തേഞ്ഞതിനുള്ള അവാർഡ് ബഹു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കരസ്ഥമാക്കിയ വിവരം ആനന്ദ തുന്തിലയായി അറിയിച്ചുകൊള്ളുന്നു. ഗവർണർ ഇന്നലെയും തേഞ്ഞത് എല്ലാവരും അറിഞ്ഞു കാണല്ലോ. ഇതിപ്പോ എത്രാമത്തെ ആണെന്നറിയോ? ഇതിന്റെ കഥ ഒന്ന് തുടക്കം തൊട്ട് ഓർത്തു നോക്ക്. ആദ്യം ഗവർണർ രാജിവെക്കാൻ പറഞ്ഞ VC-മാരോട് രാജിവെക്കണ്ടെന്ന് കോടതി പറയുന്നു. പിന്നെ VC-മാർക്കുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലറുടെ പ്രതിനിധി അഥവാ ശിങ്കിടി വേണ്ട എന്ന് കോടതി പറഞ്ഞു. VC-മാരെ നിയോഗിക്കാനുള്ള അധികാരം സർക്കാരിന് മാത്രമാണെന്ന് പറഞ്ഞു. KTU VC സ്ഥാനത്ത് നിന്ന് ഗവർണർ വച്ചയാളെ സർക്കാരിന് മാറ്റാം എന്ന് കോടതി പറഞ്ഞു. KTU സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം സസ്പെൻഡ് ചെയ്ത് ഗവർണറുടെ നടപടി കോടതി റദ്ദാക്കി. സെനറ്റ് അംഗങ്ങളെ ഗവർണർ പുറത്താക്കിയപ്പോൾ അത് കോടതി റദ്ദാക്കി. കേരള യൂണിവേഴ്സിറ്റിയിൽ ഗവർണർ നിയമിച്ച സംഘികളെ കോടതി സ്റ്റേ ചെയ്തു. കാലിക്കറ്റ് സർവകലാശാല VC-യെ പുറത്താക്കിയ നടപടി അനിശ്ചിതകാലത്തേക്ക് സ്റ്റേ. ഇപ്പതാ സെനറ്റിലേക്ക് പുള്ളിയുടെ ഫ്രണ്ട്സിനെ നിയമിച്ച പരിപാടിയും കോടതി റദ്ദാക്കി. ഇതിലെല്ലാം ഒന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. ഗവർണർക്ക് പണി കിട്ടിയതാണ് എന്ന് മനസ്സിലായില്ലേ? ആ മതി. എത്രയായി? 9. അപ്പോ 9 തവണയാണ് ഗവർണറെ ഹൈക്കോടതി മാത്രം തേച്ചൊട്ടിച്ചത്. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. സർക്കാരും SFIയും കൂടെ എത്ര തവണ എന്ന് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ കൂടെ ഗവർണർ തലവഴി മുണ്ടിട്ട് നടക്കേണ്ടി വരും. അന്ന് ഓർമ്മയില്ലേ, ഗവർണറുടെ ഇമാതിരി തോന്നിയവരെ നിയമിക്കലൊന്നും നടക്കൂല എന്ന് പറഞ്ഞ് SFI കരിങ്കൊടി കാണിച്ച് ബാനറൊക്കെ കെട്ടി ഒരു പരിപാടി നടത്തി. ഗവർണർ വന്ന് അതിൽ ഒരു ബാനർ അഴിച്ചു. പിറ്റേ ദിവസം ഗവർണർ അഴിച്ചു തുടങ്ങിയ നേരം വെളുക്കും വരെ നിന്ന് അഴിക്കേണ്ടി വരും എന്നുള്ള അത്രയും ബാനർ കെട്ടി. എന്നിട്ട് SFI പറഞ്ഞു ക്യാമ്പസിൽ ഗവർണറെ കാലുകൂത്താൻ സമ്മതിക്കില്ല. ഉടനെ ഗവർണർ മാസാണെന്ന് സ്വയം വിചാരിച്ച് മിഠായി തെരുവിൽ പോയി അലുവ വാങ്ങി തിന്നു. എന്നിട്ട് എനിക്ക് SFIനെ പേടിയില്ല, ഞാൻ അലുവ തിന്നത് കണ്ടില്ലേന്നൊക്കെ. എന്റെ പൊന്നുമോനെ, SFI എന്താണ് പറഞ്ഞത്? ക്യാമ്പസിൽ ഗവർണറെ കാലുകുത്താൻ സമ്മതിക്കില്ല, അല്ലാതെ മിഠായി തെരുവിൽ കാല് കുത്തിക്കില്ല എന്നല്ലല്ലോ. അന്ന് തന്നെ ഗവർണർ പകുതി തേഞ്ഞിട്ട് ആരും അറിയാതിരിക്കാൻ വേണ്ടി ജംഗ്ഷനിൽ ഇറങ്ങി പിള്ളേരെയൊക്കെ ചുമ്മാ ഒക്കത്തെടുത്ത് ഉമ്മ കൊടുത്ത് അയ്മനൻ സിദ്ധാർത്ഥം കളിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. അതിന്റെ പിറകെ ഇപ്പതാ കോടതിയും കൂടെ. എത്രയൊക്കെ ആറാടിയാലും സത്യം പറഞ്ഞാൽ എനിക്ക് പുള്ളിയുടെ കാര്യത്തിൽ വിഷമമുണ്ട്. ഇത്രയ്ക്ക് തേയാമോ ഒരു മനുഷ്യൻ? പാവൻ രാത്രിയൊക്കെ തലേണ കെട്ടിപ്പിടിച്ച് കരയണയായിരിക്കും. ആലോചിച്ചിട്ട് തന്നെ ഇതിന്റെ കലിപ്പില് ഇപ്പൊ സർക്കാർ അയച്ച 2 ഓർഡിനൻസ് തിരിച്ചയച്ചിട്ടുണ്ട്. ഇയാൾക്ക് മതിയായിട്ടില്ലെന്നാണ് തോന്നുന്നത്. കോടതിയുടെ മൂഡ് കണ്ടിട്ട് കോടതി ഇതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുത്തിരിക്കാനാണ് വഴി. എന്തെങ്കിലുമൊക്കെ വരുന്നു, ഗവർണർ തേക്കുന്നു, ഇത് തന്നെയല്ലേ പണി. ഇയാൾക്ക് എന്ത് പണി കിട്ടിയാലും അപ്പൊ വന്ന് അച്ചാലും പുച്ചാലും ആറാടുന്നോണ്ടിനി എന്നേം തിരിച്ചയക്കുമെന്നു.